ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൈദ്യുതി എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് SCRT 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ്. വളരെ വേണ്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് LPUP ഫോക്കസ് ചെയ്യുന്നവർക്കായാലും 10th ലെവൽ ഫോക്കസ് ചെയ്യുന്നവർക്കായാലും +2 ലെവൽ ഫോക്കസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ആദ്യമേ ഒരു അറ്റോമിക മാസ് നമ്മൾ യൂണിറ്റ് പ്രസ്താവിക്കുന്നത് ഒരു ഡാൾട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്താണ് ഡാൾട്ടൺ? അറ്റോമിക മാസ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഡാൾട്ടണാണ്. ഇനി മുതലാണ് നമ്മൾ കുറച്ച് അതിലേക്ക് നോക്കാൻ പോകുന്നത്. ലോക ശ്രവണ ദിനം എന്ന് പറഞ്ഞത് മാർച്ച് മാസം 3-ാം തീയതി. ഏത് ദിവസമാണ് ലോക ശ്രവണ ദിനം ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ദിവസം വേണം പറയാൻ വേണ്ടിയിട്ട്? മാർച്ച് മാസം 3-ാം തീയതിയാണ് ലോക ശ്രവണ ദിനം നമ്മൾ ആചരിക്കുന്നത്. മാർച്ച് മാസം 3-ാം തീയതിയാണ് ലോക ശ്രവണ ദിനമായിട്ട് ആചരിക്കുന്നത്. ചീവിട് ശബ്ദമുണ്ടാക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിറകാണ്. ചീവിട് ശബ്ദമുണ്ടാക്കുന്ന ഭാഗം ചിറകാണ്. കുയിലിന്റെ ആണെങ്കിൽ എന്തുപയോഗിച്ചിട്ടാണ് അവരുടെ ശബ്ദം ഉണ്ടാകുന്നത്? സ്വനതന്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് കുയില് ശബ്ദം ഉണ്ടാക്കുന്നത്. ചീവിടാണെങ്കിൽ ചിറക് ഉപയോഗിച്ചും കുയിലാണെങ്കിൽ സ്വനതന്തുക്കൾ ഉപയോഗിച്ചിട്ടും ആണ്. ഒന്നുകൂടെ പറയാം, അറ്റോമിക മാസ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏതാ? ഡാൾട്ടൺ. അറ്റോമിക മാസ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഒരു യൂണിറ്റ് ഡാൾട്ടൺ ആയിട്ടാണ് അംഗീകരിച്ചിട്ടുണ്ട്. ലോക ശ്രവണ ദിനം മാർച്ച് 3. ചീവിട് ശബ്ദം ഉണ്ടാക്കുന്ന ഭാഗം ചിറകാണ്. കുയിലാണെങ്കിൽ സ്വനതന്തുക്കൾ ഉപയോഗിച്ചിട്ടാണ്. ശ്രവണ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആണ് ഓഡിയോമീറ്റർ. ശ്രവണ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഓഡിയോമീറ്റർ. ശ്രവണ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഓഡിയോമീറ്റർ ആണ്. ഇനി ഉരസൽ മൂലം വസ്തുക്കൾക്ക് ചാർജ് ലഭിക്കുന്നതിന് പറയുന്ന പേരാണ് സ്ഥിതവൈദ്യുതി. അപ്പൊ ഈ സ്ഥിതവൈദ്യുതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയും എന്ത് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്? അതായത് ഇലക്ട്രോൺ കൈമാറ്റം എവിടെ സംഭവിക്കുന്നുണ്ടോ? ഈ സ്ഥിതവൈദ്യുതിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം ഒരു വസ്തുവിന് ചാർജ് ലഭിക്കണമെങ്കിൽ അവിടെ എന്തിന്റെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കണം? ഇലക്ട്രോൺസ് എക്സ്ചേഞ്ച് അവിടെ ഉണ്ടായിരിക്കണം, അല്ലെ? ഇപ്പൊ ഇലക്ട്രോൺസ് നമ്മൾ ഗെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടാം. അങ്ങനെയാണല്ലോ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാകുന്നത്. അപ്പം ഈ ഉരസൽ മൂലം വസ്തുക്കൾക്ക് ചാർജ് ലഭിക്കുന്നത് ഏത് തരത്തിലുള്ള വൈദ്യുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വൈദ്യുതി നമ്മൾ പഠിച്ചു നോക്കണം? സ്ഥിത വൈദ്യുതി എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. എന്ത് വൈദ്യുതിയാണ്? സ്ഥിത വൈദ്യുതിയാണ് ഉരസൽ മൂലം വസ്തുക്കൾക്ക് ചാർജ് ലഭിക്കുന്നത്. എന്ത് വൈദ്യുതിയാണ്? സ്ഥിത വൈദ്യുതി ആണ്. നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ വ്യത്യാസം അറിയാലോ. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ആ ഒരു വ്യത്യാസം അളക്കുന്നത് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാണ്? രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. എന്ത് മീറ്റർ ഉപയോഗിച്ചിട്ടാണ്? വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്ത് വെച്ചേക്കണം. വോൾട്ട് മീറ്റർ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം ത്തിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. ഇത് അളക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. അപ്പൊ അതായത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ചാർജിന്റെ ഉള്ള വ്യത്യാസത്തിനെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ EMF എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് മീറ്റർ. യൂണിറ്റ് വോൾട്ടും അളക്കുന്നത് എങ്ങനെയാണ്? വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടും ആണ്. അപ്പൊ ശ്രവണ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഓഡിയോമീറ്റർ ആണ്. നമ്മൾ ഈ മുടിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വൈദ്യുതിയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് മുടിയും കടലാസും തമ്മിൽ ഉരസുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ചെറുതായിട്ടുള്ള ഒരു സ്പാർക്കല്ല, ചെറുതായിട്ടൊരു ചാർജ് എവിടെ രൂപപ്പെടുന്നതൊക്കെ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് പറയുന്നതാണ് സ്ഥിത വൈദ്യുതി. എന്ത് വൈദ്യുതി ഉണ്ടായാലും അവിടെ എന്തോ ഉണ്ടായിരിക്കണം? ഇലക്ട്രോണിന്റെ കൈമാറ്റം ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി അടുത്തായിട്ട് വോൾട്ടാ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോപ്പർ ആണ്. അപ്പൊ വോൾട്ടാ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് കോപ്പർ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് ചോദ്യം വരാനുള്ള ചാൻസ് ഉള്ള പോയിന്റ് ആണ്. വോൾട്ടാ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിങ്ക് ആണ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. വോൾട്ടാ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കോപ്പർ. വോൾട്ടാ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് കോപ്പറും വോൾട്ടാ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് സിങ്കും ആണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. ഒന്നുകൂടെ പറഞ്ഞേ. വോൾട്ടാ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പർ ആണ്. കോപ്പർ. ഇനി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
സിങ്ക്. ഇപ്പൊ നമ്മള് സിങ്ക് നമ്മൾ പാത്രം അടുക്കളയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം, എന്താ നമ്മൾ അടുക്കളയിൽ പാത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വ്യത്യാസം. നെഗറ്റീവ് സിങ്ക്, നെഗറ്റീവ്. വോൾട്ടാ സെല്ലിലെ സിങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ്. വോൾട്ടാ സെല്ലിലെ പോസിറ്റീവ് ആണ് കോപ്പർ. ആഭരണങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം വരും. സോ കോപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിങ്ക്. ഏത് സെല്ലിലാണ്? വോൾട്ടാ സെല്ലിലെ. ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഉണ്ടല്ലോ, ഇലക്ട്രോലൈറ്റ് അതായത് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തെ ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഡൈലൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആണ് വോൾട്ടാ സെല്ലിലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഇതിനകത്തുള്ള പോസിറ്റീവ് ഇലക്ട്രോഡിന് പറയുന്ന പേര് കോപ്പർ എന്നും നെഗറ്റീവ് ഇലക്ട്രോഡിന് പറയുന്ന പേര് സിങ്ക് എന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൈലൂട്ട് ആയിട്ടുള്ള H2SO4 എന്നും പഠിച്ചു വെക്കണം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ, നെഗറ്റീവ് ആയിട്ടുള്ളത് എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡ് സിങ്ക് ആണ്. നെഗറ്റീവ് സിങ്ക്, പോസിറ്റീവ് കോപ്പർ. ഇലക്ട്രോലൈറ്റ് എന്താണ്? H2SO4 ആണ്. ഇനി ട്രൈസെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൈമറി സെല്ലിന് ഉദാഹരണമാണ്. ഡ്രൈ സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? പ്രൈമറി സെല്ലിന് ഉദാഹരണമാണ്. ഡ്രൈ സെൽ എന്തിന് ഉദാഹരണമാണ്? പ്രൈമറി സെല്ലിന് ഉദാഹരണം ആണ്. നെക്സ്റ്റ് ലാപ്ടോപ്പ് സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി സെല്ലിന് ഉദാഹരണം. ഡ്രൈ സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈമറിയും ലാപ്ടോപ്പ് സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ഓർത്ത് വെച്ചേക്കണം? സെക്കൻഡറി സെല്ലും ആണ്. TV റിമോട്ടിലെ സെല്ലുകൾ ഏത് രീതിയിലാണ് ഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രേണി രീതിയിലാണ്. ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ കാര്യം ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടിയുണ്ട്. അപ്പൊ TV റിമോട്ടിലെ സെല്ലുകൾ എങ്ങനെയാണ്? സമാന്തരമായിട്ടല്ല, സീരീസ് ആയിട്ട്, അതായത് ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കുന്നത്. എങ്ങനെയാണ്? ശ്രേണി രീതി. TV റിമോട്ടിലെ സെല്ലുകൾ എങ്ങനെയാണ് അതിനകത്ത് ബാറ്ററി ഇട്ടിരിക്കുന്നത്? ശ്രേണി രീതിയിലാണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ്, ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രതയും പൊട്ടൻഷ്യൽ വ്യത്യാസവും തമ്മിലുള്ള ബന്ധമാണ് ഏത്? പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ട് ഉണ്ട്, അതിനകത്ത് വൈദ്യുതി പ്രവഹിക്കുന്ന തീവ്രതയും ഇന്റൻസിറ്റിയും അതുപോലെ തന്നെ അതിനകത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ EMFും തമ്മിലുള്ള ബന്ധത്തിന് പറയുന്ന പേരാണ് ഏത്? പ്രതിരോധം എന്നാണ് പറയുന്നത്. എന്താണ്? പ്രതിരോധം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രതയും പൊട്ടൻഷ്യൽ വ്യത്യാസവും തമ്മിലുള്ള ബന്ധത്തിന് പറയുന്ന പേര് പറഞ്ഞേ, പ്രതിരോധം. TV റിമോട്ടിലെ സെല്ലുകൾ ഏത് രീതിയിലാണ് ഘടിപ്പിക്കുന്നത്? ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കുന്നത്, നമ്മളിപ്പോ പഠിച്ചു. അപ്പൊ ഇനി ഒരു പ്രതിരോധം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? അതായത് നമ്മൾക്കിപ്പോ ഒരു സർക്യൂട്ട് ഉണ്ട്, അപ്പൊ അതിനകത്തൂടെ എത്രമാത്രം വൈദ്യുതി പ്രവഹിച്ചു, അതും അവിടുത്തെ EMFും തമ്മിലുള്ള, EMF തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വൈദ്യുത പ്രവാഹ തീവ്രതയും, പറഞ്ഞേ, വൈദ്യുത പ്രവാഹ തീവ്രതയും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ബന്ധമാണ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രതയും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ബന്ധമാണ് പ്രതിരോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രതയും പൊട്ടൻഷ്യൽ വ്യത്യാസവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഓം നിയമം എന്ന് പറഞ്ഞു. ഓംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് കണക്ട്സ് ബിറ്റ്വീൻ എന്താണ്? വൈദ്യുത പ്രവാഹ തീവ്രതയും എന്തും തമ്മിലുള്ളതാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന നിയമമാണ് ഏത്? മുമ്പേ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വേറൊരു രീതിയിൽ ചോദിച്ചാൽ ഇറ്റ് അതർവൈസ് കോൾഡ് എന്ത്? ഓം നിയമം. ഒന്നുകൂടെ ഞാൻ പറയാം, അതായത് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രതയും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നു റെസിസ്റ്റൻസിനെയാണ്. ഇത് തന്നെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഓംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും വരുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, പരീക്ഷയ്ക്കകത്തൊക്കെ ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്. ഒരു ചാലകത്തിന്റെ, അതായത് നമ്മൾക്കൊരു കണ്ടക്ടർ ഉണ്ട്, അതായത് നമ്മൾ ഇതിനകത്തൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ എന്തെന്ന് പറയാം? ചാലകം അഥവാ കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചാലകത്തിന് നമ്മൾ നീളം കൂട്ടുവാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിരോധം കൂടുന്നോ കുറയുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീളം കൂടിയാൽ, അപ്പൊ ചാലകത്തിന്റെ നീളം കൂടിക്കഴിഞ്ഞാൽ എന്തും കൂടും? റെസിസ്റ്റൻസും കൂടും. അതായത് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്തും കൂടും? പ്രതിരോധവും കൂടും.
അല്ലേ? ഇപ്പൊ നമുക്കാണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട്, അപ്പൊ നമുക്ക് ഒത്തിരി ടെൻഷൻ ആവത്തില്ലേ? അതേസമയം കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ എങ്കിൽ സാരമില്ല, കുറച്ച് റെസിസ്റ്റൻസേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും എന്ത് കൂടുന്നുണ്ട്? പ്രതിരോധം കൂടുന്നുണ്ട്. ഇനി വണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കുറയുന്നു. അതായത് അതിന്റെ നീളം അല്ലെങ്കിൽ പിന്നെ നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും, വീതി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. അതായത് വീതി വണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രതിരോധം കുറയുന്നു. ഇനി ചാലകത്തിന്റെ താപനില കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രതിരോധം കൂടുന്നു. അപ്പം എന്തൊക്കെ കൂടുമ്പോഴാണ് പ്രതിരോധം കൂടുന്നതെന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. എന്തൊക്കെയാണ്? ലെങ്ത് കൂടിയാലും ടെമ്പറേച്ചർ കൂടിയാലും എന്തു കൂടുന്നുണ്ട്? റെസിസ്റ്റൻസ് കൂടുന്നു. അതേസമയം നമ്മൾക്ക് വീതി അഥവാ വണ്ണം, ചാലകത്തിന്റെ വണ്ണം കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക നന്നായിട്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു 3 പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ചാലകത്തിന്റെ ലെങ്ത് കൂടിയാൽ എന്തു കൂടും? റെസിസ്റ്റൻസ് അഥവാ നീളം, പ്രതിരോധം കൂടും. പിന്നെ അതിന്റെ വീതി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയും. താപനില കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലെങ്ത് കൂടിയാലും താപനില കൂടിയാലും എന്ത് കൂടുന്നാണ്? റെസിസ്റ്റൻസ് കൂടും. ഇനി അതിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ ആണോ? ഓക്കെ. അപ്പം നീളവും താപനിലയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രതിരോധം ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ചാലകത്തിന്റെ വണ്ണം. ക്ലിയർ? അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെക്കണേ. അപ്പൊ ഒരു ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു. അതായത് അതിന്റെ ലെങ്ത് കൂട്ടിക്കൊടുത്തു, അപ്പൊ പ്രതിരോധം വർദ്ധിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഉപകരണമാണ് ഏത്? റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഉപകരണം. അപ്പം ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ എന്തു വർദ്ധിക്കുന്നു? പ്രതിരോധം വർദ്ധിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. പറഞ്ഞേ, റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞതിന്റെ പ്രവർത്തന തത്വം: ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രതിരോധം വർദ്ധിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റിയോസ്റ്റാറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇനി പ്രതിരോധകങ്ങളെ ശ്രേണിയായി ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം, അതായത് കുറേയധികം റെസിസ്റ്റേഴ്സിനെ നമ്മളിവിടെ പിന്നെ സീരീസ് ആയിട്ട് ശ്രേണിയായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിനെ R1, R2, R3 എന്നൊക്കെ പറയുമ്പോൾ അതിന് എഫക്റ്റീവായിട്ടുള്ള അതായത് പിന്നെ അതിന്റെ സഫല പ്രതിരോധം എന്ന് പറയുന്നത്, അതായത് അതിന് കോമൺ ആയിട്ട് അല്ലെങ്കിൽ അതിനെ എല്ലാം കൂടെ ചേരുമ്പോൾ എത്ര വരുന്നു? അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുന്ന് 2 രൂപ കിട്ടാനുണ്ട്, ഇവിടുന്ന് 5 രൂപ കിട്ടാനുണ്ട്, ഇവിടുന്ന് 7 രൂപ കിട്ടാനുണ്ട്, ടോട്ടൽ എത്ര കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പൊ പ്രതിരോധകങ്ങളെ നമ്മൾ ശ്രേണിയായിട്ട് ഘടിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് സഫല പ്രതിരോധം ഓർ എഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് കൂടുന്നുണ്ട്. ശ്രേണിയായിട്ട് ഘടിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഇനി ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഇതിനെ കണക്ട് ചെയ്തിട്ട് അടുത്തൊരു പോയിന്റ് വരാൻ വേണ്ടിയിട്ടുണ്ട്, സോ ശ്രദ്ധിക്കണം അത് കേട്ടോ. അപ്പൊ ശ്രേണിയായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിരോധം കൂടുന്നുണ്ട്. പ്രതിരോധം കുറയണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? സമാന്തരമായിട്ട് പാരലായിട്ട് ഘടിപ്പിക്കണം. ഇവിടെ ഒരു R1, ഇവിടെ ഒരു R2, R3 ഇങ്ങനെയാണ് ഘടിപ്പിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് കൂടണമെങ്കിൽ എങ്ങനെ ഘടിപ്പിക്കണം എന്ന കാര്യം നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് പ്രതിരോധകങ്ങളെ സമാന്തരമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. പ്രതിരോധകങ്ങളെ സമാന്തരമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ സബല പ്രതിരോധം കുറയുന്നു എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ പ്രതിരോധകങ്ങളെ ശ്രേണിയായി ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കൂടുന്നു, പ്രതിരോധകങ്ങളെ സമാന്തരമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കുറയുന്നു എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. പ്രതിരോധകങ്ങളെ ശ്രേണിയായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കാണാനുള്ള സമവാക്യമാണ് ഈ R=R1 R2 + R3 എന്ന രീതിയിൽ പറയുന്നത്. R=R1 + R2. അതായത് ശ്രേണി ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു R1, ഇവിടെ ഒരു R2, R3 എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഫല പ്രതിരോധം കാണാൻ സാധിക്കും. ഇനി പ്രതിരോധകങ്ങളെ സമാന്തരമായിട്ടാണ് നമ്മൾ പാരലായിട്ടാണ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 1/R = 1 കൂടെ ചേർക്കണം. 1/R =
1/R1 പ്ലസ് R2 1/R2 ആ രീതിയിൽ. അതായത് ശ്രേണിയാണെങ്കിൽ എല്ലാം കൂടെ കൂട്ടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ റെസിപ്രോക്കൽ 1/R വെച്ചിട്ട് ആണ് നമ്മൾ സമാന്തരമായിട്ട് ഘടിപ്പിക്കുന്ന സമയത്ത് സബല പ്രതിരോധം കാണുന്നത്. മനസ്സിലായോ? ഇനി ബട്ടൺ സെല്ല്, ലിഥിയം, അയൺ ബാറ്ററി എന്നിവയിലെ ഊർജമാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. ബട്ടൺ സെല്ലിലായാലും കൊള്ളാം, ലിഥിയം അയൺ ബാറ്ററിയിലായാലും കൊള്ളാം, രാസോർജം എങ്ങനെയാണ് മാറുന്നത്? വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. ഈ 1.5 വോൾട്ട് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് 1.5 വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വരുന്നുണ്ട്? 6 ആയിരിക്കും അതിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1.5 ആവുന്ന സമയത്ത് 1.5 പ്ലസ് ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 6 വോൾട്ട്. ഇനി സെല്ലുകളെ സമാന്തരമായിട്ട്, നമ്മളിങ്ങനെ സെല്ലുകളെ സമാന്തരമായിട്ട് ഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, അതിനുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ട് വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ എങ്ങനെ ഘടിപ്പിക്കണം? സമാന്തരമായിട്ട്. ഇനി ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന വോൾട്ടേജ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിമോട്ടിനകത്തൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് കാര്യം എപ്പോഴും നമ്മൾ അമക്കിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ, പെട്ടെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? റിമോട്ടിനകത്തൊക്കെ ശ്രേണി രീതിയിലായിരിക്കും സെല്ലുകളെ ഘടിപ്പിക്കുന്നത്. സമാന്തരമായിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറെ നേരം നമുക്കൊരു ബൾബൊക്കെ വർക്ക് ചെയ്യിക്കാനൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ എന്ത് ഘടിപ്പിക്കണം? സമാന്തരമായിട്ട്. അതേസമയം പെട്ടെന്ന് ഹൈ വോൾട്ടേജ് ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കണം എന്ന കാര്യം നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സയൻസിന്റെ കോഴ്സിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പിന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കണ്ടന്റുകൾ അവൈലബിൾ ആയിരിക്കും. ലൈവ് സെഷൻസ് ഉണ്ട്, then റെക്കോർഡും PDF-ഉം അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഓഫർ പ്രൈസ് ഉണ്ടായിരിക്കും. 500 റുപ്പീസിനാണ് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.